ട്രയാങ്കിൾസിൽ എക്സസൈസ് 6.6 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ ആദ്യത്തെ 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് തേർഡ് ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. ABC is a triangle in which angle ABC greater than 90 degree and AD perpendicular to CB produce. Prove that AC square equal to AB square plus BC square plus 2BC into BD. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ ആണ് ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി. AD പെർപെൻഡിക്കുലർ ടു BC പ്രൊഡ്യൂസ് ചെയ്യും. ഇത്രയാണ് നമുക്ക് ഗിവൺ. അപ്പോൾ ഗിവൺ ട്രയാങ്കിൾ ABC, അതിൽ ആംഗിൾ ABC ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി, അതുപോലെ AD പെർപെൻഡിക്കുലർ ടു CB. ഇത്രയാണ് നമുക്ക് ഗിവൺ. ഇനി ടു പ്രൂവ്, എന്താണ് പ്രൂവ് ചെയ്യേണ്ടത്? ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് 2BC ഇൻറ്റു BD. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആദ്യം ഇതിൽ 2 ട്രയാങ്കിളിന്റെ ADB എടുക്കുക, അതുപോലെ ADC. അപ്പൊ ഈ ട്രയാങ്കിൾ ADC നമുക്ക് AC സ്ക്വയർ ആണ് കാണേണ്ടത്. അതായത് ഇത് 90 ഡിഗ്രി, AD പെർപെൻഡിക്കുലർ ടു BC ആയപ്പോൾ ഇത് 90 ഡിഗ്രി റൈറ്റ് ട്രയാങ്കിൾ ആയി. അപ്പൊ നമുക്ക് പൈതഗോറസ് തിയറം ഉപയോഗിക്കാം. AC സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് DC സ്ക്വയർ. ഇവിടെ ഇനി ഈ ഒരു ട്രയാങ്കിൾ, ഈ ട്രയാങ്കിൾ ADBയിൽ നമുക്ക് എന്ത് പറയാം? AD സ്ക്വയർ എന്ന് പറയുന്നത് AB സ്ക്വയർ മൈനസ് DB സ്ക്വയർ. അതായത് DBയിൽ AB സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് DB സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ AD സ്ക്വയർ എന്ന് പറയുന്നത് AB സ്ക്വയർ മൈനസ് DB സ്ക്വയർ. അപ്പൊ അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ DC എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? DC ഇസ് ഈക്വൽ ടു DB പ്ലസ് BC. DC is equal to DB plus BC എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ AD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് DB സ്ക്വയർ. അപ്പോൾ നമുക്ക് AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് DB സ്ക്വയർ പ്ലസ് DB പ്ലസ് BC സ്ക്വയർ. അപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ AB സ്ക്വയർ മൈനസ് DB സ്ക്വയർ പ്ലസ് DB സ്ക്വയർ പ്ലസ് 2DB ഇൻറ്റു BC പ്ലസ് BC സ്ക്വയർ. അപ്പോൾ ഇവിടെ DB സ്ക്വയർ ക്യാൻസൽ ആയിട്ട് നമുക്ക് AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് 2DB അതായത് BD ഇൻറ്റു BC. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. തേർഡ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ABC is a triangle in which angle ABC less than 90 degree and AD perpendicular to BC. Prove that AC square equal to AB square plus BC square minus 2BC BD. അപ്പോൾ ഇവിടെ ലെസ് ദാൻ വരുമ്പോൾ നെഗറ്റീവ് വരും, ഗ്രേറ്റർ ദാൻ ആണ് വരുന്നതെങ്കിൽ പോസിറ്റീവ് വരും. അത്രേ ഇതിലുള്ളൂ. ടു പ്രൂവ് AC square equal to AB square plus BC square minus 2BC into BD. അപ്പോൾ നേരത്തെ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻ ട്രയാങ്കിൾ ADCയിൽ നമുക്ക് എന്ത് പറയാം? AC സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് DC സ്ക്വയർ. ഇൻ ട്രയാങ്കിൾ ABD AD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് BD സ്ക്വയർ. ഇവിടെ നമ്മൾ DC എന്ന് പറയുന്നത്, അതായത് DC ഇസ് ഈക്വൽ ടു നമുക്ക് നെഗറ്റീവ് ആണ് വരേണ്ടത്, അതുപോലെ BC ഉണ്ട്. അപ്പോൾ BCയിൽ നിന്ന് BD മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? DC. അതായത് BC മൊത്തം, അതിൽ നിന്ന് BD മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ BC. ഇതാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അതുപോലെ AD സ്ക്വയർ എന്ന് പറയുന്നത് AB സ്ക്വയർ മൈനസ് BD സ്ക്വയർ എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ മൈനസ് BD സ്ക്വയർ പ്ലസ് DC എന്ന് പറയുന്നത് BC മൈനസ് BD ഹോൾ സ്ക്വയർ. അപ്പോൾ ഇവിടെ നമുക്ക് AB സ്ക്വയർ മൈനസ് BD സ്ക്വയർ പ്ലസ് BC സ്ക്വയർ മൈനസ് 2BC ഇൻറ്റു BD പ്ലസ് BD സ്ക്വയർ എന്ന് കിട്ടും. ഇതില് പ്ലസ് BD സ്ക്വയർ മൈനസ് BD സ്ക്വയർ ക്യാൻസൽ ആയി. AC സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ മൈനസ് 2BC ഇൻറ്റു BD. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ലെസ് ദാൻ വരുമ്പോൾ നെഗറ്റീവ് വരും ഇവിടെ എഴുതുമ്പോഴും, അതുപോലെ BC-ന് മാറ്റും BC മൈനസ് BD എന്നുള്ളത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ.
AD is a median of triangle ABC and AM perpendicular to BC. Prove that AC square equal to AD square plus BC into DM plus BC by 2 whole square. അതുപോലെ AB square equal to AD square minus BC into DM plus BC by 2 whole square. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ തേർഡ് പാർട്ട് കിട്ടും. അപ്പോൾ ആദ്യത്തെ പാർട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാന്നുള്ളത് നോക്കാം. ടു പ്രൂവ് AC square equal to AD square plus BC into DM plus BC by 2. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് ഗിവൺ AD മീഡിയൻ ആണ്. AD മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD മീഡിയൻ ആയതുകൊണ്ട് ഇത് എങ്ങനെ എഴുതാം? BD ഈക്വൽ ടു DC ആയിരിക്കും. മിഡ് പോയിന്റിലാണ് ടച്ച് ചെയ്യുക. അപ്പോൾ BD ഈക്വൽ ടു DC ആണ്. അതുപോലെ BC എന്ന് പറയുന്നത് BD പ്ലസ് DC. അപ്പോൾ BD പ്ലസ് BD എന്ന് പറയുന്നത് BD DCക്ക് ഈക്വൽ ആണല്ലോ. അപ്പോൾ 2BD എന്ന് കിട്ടും നമുക്ക്. അതുപോലെ BD എന്ന് പറയുന്നത് BC ഇസ് ഈക്വൽ ടു 2BD ആണ്. അങ്ങനെയാണെങ്കിൽ BD എന്ന് പറയുന്നത് ഹാഫ് ഓഫ് BC. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ആദ്യം ഇൻ ട്രയാങ്കിൾ നമുക്ക് AC സ്ക്വയർ ആണ് വേണ്ടത്. അപ്പോൾ ഇൻ ട്രയാങ്കിൾ AMC ABC എടുക്കാൻ കഴിയില്ല. ഇവിടെ നമുക്ക് AM ആണ് പെർപെൻഡിക്കുലർ ടു BC എന്ന് തന്നിട്ടുള്ളത്. AM പെർപെൻഡിക്കുലർ ടു BC ആയതുകൊണ്ട് നമുക്ക് ഇൻ ട്രയാങ്കിൾ പ്രൂഫില് in triangle AMC യിൽ നമുക്ക് എങ്ങനെ പറയാം? AC സ്ക്വയർ ഈക്വൽ ടു AM സ്ക്വയർ പ്ലസ് MC സ്ക്വയർ. ഇനി എന്ത് ചെയ്യാം? ഈ ട്രയാങ്കിൾ AMD AM സ്ക്വയർ എന്ന് പറയുന്നത് AD സ്ക്വയർ മൈനസ് MD സ്ക്വയർ. AD സ്ക്വയർ മൈനസ് MD സ്ക്വയർ എന്ന് കൊടുക്കുക. അതുപോലെ ഇവിടെ MC സ്ക്വയർ എന്ന് പറയുന്നത് MD പ്ലസ് DC എന്ന് കൊടുക്കാം. അപ്പോൾ ഇതിലെ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ AC സ്ക്വയർ ഈക്വൽ ടു AM സ്ക്വയർ എന്ന് പറയുന്നത് AD സ്ക്വയർ മൈനസ് MD സ്ക്വയർ പ്ലസ് MC എന്ന് പറയുന്നത്, അതായത് MC എന്ന് പറയുന്നത് MD പ്ലസ് DC ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. MD പ്ലസ് DC. അപ്പോൾ ഇവിടെ AD സ്ക്വയർ മൈനസ് MD സ്ക്വയർ പ്ലസ് MD സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഇതിന് A പ്ലസ് B ഹോൾ സ്ക്വയർ 2 ഇൻറ്റു MD ഇൻറ്റു DC പ്ലസ് DC സ്ക്വയർ എന്ന് കിട്ടും. ഇവിടെ MD സ്ക്വയറും MD സ്ക്വയർ ക്യാൻസലായി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് AD സ്ക്വയർ പ്ലസ് 2 MD ഇൻറ്റു DC ആണ്. നമുക്ക് എന്താണ് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്? അതായത് ഇവിടെ BC ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ BD ഈക്വൽ ടു ഹാഫ് ഓഫ് BC എഴുതിയതുപോലെ തന്നെ DC ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് BC ആണ്. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. AD സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു, അതായത് MD എന്ന് TM സെയിം തന്നെ DM ഇൻറ്റു DC എന്നുള്ളത് ഹാഫ് ഓഫ് BC എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക പ്ലസ് ഹാഫ് BC. അപ്പോൾ ഇതിൽ നമുക്ക് 2 ക്യാൻസൽ ആയിട്ട് AC സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് BC ഇൻറ്റു DM പ്ലസ് BC ബൈ 2 സ്ക്വയർ എന്ന് കിട്ടും. അതായത് AC സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് DM ഇൻറ്റു BC പ്ലസ് BC ബൈ 2 സ്ക്വയർ. അപ്പോൾ ഫസ്റ്റ് പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി സെക്കൻഡ് പാർട്ട് എന്താണ്? സെക്കൻഡ് പാർട്ട് ടു പ്രൂവ് AB square equal to AD square minus BC into DM plus BC by 2 square. ഇതിൽ ഇനി നമുക്ക് AB square ആണ് കിട്ടേണ്ടത്. അപ്പോൾ ഇൻ ട്രയാങ്കിൾ ABM നമുക്ക് AB square equal to AM square plus BM square. നേരത്തെ ചെയ്ത പോലെ തന്നെ ഇനി എന്ത് ചെയ്യാം? ഇൻ ട്രയാങ്കിൾ AMD in triangle AMD നമുക്ക് എന്താ പറയുക? AM സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ മൈനസ് MD സ്ക്വയർ. അതുപോലെ ഇവിടെ നമുക്ക് BM ആണ് വേണ്ടത്. BM എന്ന് പറയുന്നത് BDയിൽ നിന്ന് DM മൈനസ് ചെയ്യുക. BM ഈക്വൽ ടു BD മൈനസ് DM. BD അതിൽ നിന്ന് DM മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് BM കിട്ടും. അതുപോലെ AM സ്ക്വയർ എന്നുള്ളത് AD സ്ക്വയർ മൈനസ് MD സ്ക്വയർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. AB സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ മൈനസ് MD സ്ക്വയർ പ്ലസ് BM എന്നുള്ളത് BD മൈനസ് DM. അപ്പോൾ ഇവിടെ AD സ്ക്വയർ മൈനസ് MD സ്ക്വയർ
പ്ലസ് ബി ഡി സ്ക്വയർ മൈനസ് 2BD ഇൻറ്റു DM പ്ലസ് DM സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ ഇത് രണ്ടും ക്യാൻസലായി. നമുക്ക് AD സ്ക്വയർ, അതുപോലെ ഇവിടെ BD എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതിൽ BC ആണുള്ളത്. BD എന്ന് പറയുന്നത് ഹാഫ് ഓഫ് BC എന്ന് കൊടുക്കുക. അതായത് BC ബൈ 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു BD എന്ന് പറയുന്നത് ഹാഫ് BC ഇൻറ്റു DM. അപ്പോൾ 2 ക്യാൻസൽ ആയിട്ട് നമുക്ക് AD സ്ക്വയർ പ്ലസ് BC ബൈ 2 സ്ക്വയർ മൈനസ് BC ഇൻറ്റു DM എന്ന് കിട്ടും. അപ്പോൾ AB സ്ക്വയർ നമുക്ക് കിട്ടി. ഇനി തേർഡ് പാർട്ട് കാണാൻ വേണ്ടി ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. അതായത് ഫസ്റ്റ് നമുക്ക് AC സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് BC ഇൻറ്റു DM പ്ലസ് BC ബൈ 2 ഹോൾ സ്ക്വയർ ചെയ്യേണ്ട. അതുപോലെ ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തേർഡ് പാർട്ട് കിട്ടും. അപ്പോൾ തേർഡ് പാർട്ട് എങ്ങനെയാണെന്നുള്ളത് ആഡ്, അതായത് ആദ്യം കിട്ടിയത് നമ്മൾ എന്ത് ചെയ്യുക, ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക. സെക്കൻഡ് കിട്ടിയത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക. ഇത് 1 എന്ന് കൊടുക്കുക, ഇത് 2 കൊടുക്കുക. അപ്പോൾ ആഡിങ് 1 and 2. അപ്പോൾ ഫസ്റ്റ് AC സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ പ്ലസ് BC ഇൻറ്റു DM പ്ലസ് BC ബൈ 2 സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ 1. AB സ്ക്വയർ ഈക്വൽ ടു AD സ്ക്വയർ മൈനസ് BC ഇൻറ്റു DM പ്ലസ് BC ബൈ 2. ദിസ് സെക്കൻഡ് ഇക്വേഷൻ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, AC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ഈക്വൽ ടു, ഇവിടെ AD സ്ക്വയർ പ്ലസ് AD സ്ക്വയർ എന്നുള്ളത് 2AD സ്ക്വയർ എന്നായി. അതുപോലെ ഇവിടെ പ്ലസ് BCDM മൈനസ് BCDM ക്യാൻസലായി. ഇവിടെ BC സ്ക്വയർ ബൈ 4 പ്ലസ് BC സ്ക്വയർ ബൈ 4 എന്ന് കിട്ടും. അപ്പോൾ അതിനെ ഷോർട്ട് ആക്കുമ്പോൾ 2AD സ്ക്വയർ പ്ലസ് 2BC സ്ക്വയർ ബൈ 4. അതെന്തായി 1/2 BC സ്ക്വയർ is equal to 2AD സ്ക്വയർ പ്ലസ് 1/2 BC സ്ക്വയർ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. AC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ ഈക്വൽ ടു 2AD സ്ക്വയർ പ്ലസ് ഹാഫ് BC സ്ക്വയർ. Sixth question. Prove that the sum of the squares of the diagonals of a parallelogram is equal to sum of the squares of its sides. അതായത് ഒരു പാരലോഗ്രാം ABCD, ഇതിന്റെ ഡയഗണൽസിന്റെ സ്ക്വയറിന്റെ സമ്മ്, അതായത് AC സ്ക്വയർ പ്ലസ് BD സ്ക്വയർ, ഡയഗണൽസിന്റെ സ്ക്വയറിന്റെ സമ്മ് അതിന്റെ സൈഡ്സിന്റെ സ്ക്വയറിന്റെ സമ്മിന് ഈക്വൽ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് AC സ്ക്വയർ പ്ലസ് BD സ്ക്വയർ ഈക്വൽ ടു AB സ്ക്വയർ പ്ലസ് BC സ്ക്വയർ പ്ലസ് CD സ്ക്വയർ പ്ലസ് DA സ്ക്വയർ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനു വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസ്ട്രക്ഷൻ ഡ്രോ DF perpendicular to AB and CE perpendicular to AB produce. ഇനി പ്രൂഫില് നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്, AC സ്ക്വയർ. അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം, ACE. അതായത് ഇൻ ട്രയാങ്കിൾ ACE നമുക്ക് AC സ്ക്വയർ, അത് റൈറ്റ് ട്രയാങ്കിളായി, പെർപെൻഡിക്കുലർ ആണ് നമ്മൾ വരഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിളായി അതിൽ AC സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും, AE സ്ക്വയർ പ്ലസ് AE സ്ക്വയർ പ്ലസ് EC സ്ക്വയർ എന്ന് കിട്ടും. പൈതഗോറസ് തിയറം AC സ്ക്വയർ ഈക്വൽ ടു AE സ്ക്വയർ പ്ലസ് EC സ്ക്വയർ. ഇനി എന്ത് ചെയ്യുക, ഈ AE എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം, AE ഈക്വൽ ടു AB പ്ലസ് BE, AE ഈക്വൽ ടു AB പ്ലസ് BE. അതുപോലെ ഇൻ ട്രയാങ്കിൾ BCE, ട്രയാങ്കിൾ BCE നമുക്ക് BC സ്ക്വയർ എന്ന് പറയുന്നത് BE സ്ക്വയർ പ്ലസ് EC സ്ക്വയർ ആണ്. അപ്പോൾ അത് നമ്മൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതായത് AE എന്ന് പറയുന്നത് എന്താ എഴുതുക, AB പ്ലസ് BE സ്ക്വയർ പ്ലസ് EC സ്ക്വയർ. അപ്പം ഇങ്ങനെയാണുള്ളതിന് നമുക്ക് A പ്ലസ് B സ്ക്വയർ AB സ്ക്വയർ പ്ലസ് 2AB ഇൻറ്റു BE പ്ലസ് BE സ്ക്വയർ പ്ലസ് EC സ്ക്വയർ. അപ്പോൾ BE സ്ക്വയർ പ്ലസ് EC സ്ക്വയർ എന്നുള്ളത് BC സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ AB സ്ക്വയർ പ്ലസ് 2AB ഇൻറ്റു BE പ്ലസ് BC സ്ക്വയർ എന്ന് കിട്ടി. ഇത് നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. ഇനി
നമുക്ക് ഇനി എന്താ വേണ്ടത്? ബി ഡി സ്ക്വയർ. അപ്പൊ ഇൻ ട്രയാങ്കിൾ ബി ഡി എഫ്, ഇൻ ട്രയാങ്കിൾ ബി ഡി എഫില് ബി ഡി സ്ക്വയർ ഈക്വൽ ടു ഡി എഫ് സ്ക്വയർ പ്ലസ് എഫ് ബി സ്ക്വയർ, ഡി എഫ് സ്ക്വയർ പ്ലസ് എഫ് ബി സ്ക്വയർ. ഇവിടെ എഫ് ബി എന്ന് പറയുന്നത്, അതായത് എഫ് ബി എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ഇത് എ ബി മൈനസ് എ എഫ്, എ ബി മൈനസ് എ എഫ്, മൊത്തം എ ബി, അതിൽ നിന്ന് എ എഫ് എന്നുള്ള പാർട്ട് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫ് ബി എന്നുള്ളത് കിട്ടും. അപ്പോൾ ഇവിടെ ഡി എഫ് സ്ക്വയർ പ്ലസ് എഫ് ബി എന്ന് പറയുന്നത് എ ബി മൈനസ് എ എഫ് എന്ന് കൊടുക്കുക. ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി എഫ് സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ മൈനസ് 2ab ഇൻറ്റു എ എഫ് പ്ലസ് എ എഫ് സ്ക്വയർ. ഇനി ഇതിൽ ഡി എഫ് സ്ക്വയറും എ എഫ് സ്ക്വയറും, അതായത് ഈ ട്രയാങ്കിൾ എ ഡി എഫില് നമുക്ക് എന്ത് കിട്ടും? എ എഫ് സ്ക്വയർ പ്ലസ് ഡി എഫ് സ്ക്വയർ ഈക്വൽ ടു എ ഡി സ്ക്വയർ ആണ്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും മാറിയിട്ട് നമുക്ക് എന്ത് കിട്ടും? എ ഡി സ്ക്വയർ എന്ന് കിട്ടും. അതായത് ബി ഡി സ്ക്വയർ ഈക്വൽ ടു എ ഡി സ്ക്വയർ, ഇത് രണ്ടും മാറി എ ഡി സ്ക്വയറുമായി. നമുക്ക് ഇതിന്റെ സൈഡ്സിന്റെ സ്ക്വയറിന്റെ സമ്മാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ എ ഇ സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ എന്നുള്ളത് എ ഡി സ്ക്വയർ എടുത്തു. അതുപോലെ ഇവിടെ ബി സ്ക്വയർ പ്ലസ് സി സി സ്ക്വയർ എന്നുള്ളത് ബി സി സ്ക്വയറിനും കൊടുത്തു. ഇവിടെ നമുക്ക് ആദ്യത്തെ ഇക്വേഷനിൽ എ ബി സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. ഒരു പാരലോഗ്രാമിൽ നമുക്ക് എങ്ങനെ പറയാം? പാരലോഗ്രാമിൽ എ ബി സി ഡിക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ എ ബി സ്ക്വയർ എന്നുള്ളത് സി ഡി സ്ക്വയറിന് മാറ്റിക്കൊടുക്കും. മൈനസ് 2ab ഇൻറ്റു ഇവിടെ എ എഫ് എന്ന് പറയുന്നത് ബിക്ക് ഈക്വൽ ആണ്. ഇവിടെ ബി എന്ന് തന്നെ കൊടുത്തു. ഇത് ഇക്വേഷൻ 2. ഇവിടെ നിങ്ങൾ എഴുതുക സിൻസ് എ ബി ഈക്വൽ ടു സി ഡി ആണ്, പാരലോഗ്രാം ആയതുകൊണ്ട്. അതുപോലെ പിന്നെ എന്ത് എഴുതണം? എ എഫ് ഈക്വൽ ടു ബി ഇ, എ എഫ് ഈക്വൽ ടു ബി ഇ. അപ്പോൾ അത് രണ്ടുമാണ് നമ്മൾ മാറ്റി കൊടുക്കുന്നത്. അത്രയും കാര്യം ഓർമ്മിക്കുക. ഇനി രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ, അതായത് ഫസ്റ്റ് ഇക്വേഷൻ സെക്കൻഡ് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? എ സി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ. ഇത് രണ്ടും ക്യാൻസൽ ആവും. എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ. അപ്പോൾ ഇതിൽ ഇത്രയും കാര്യം ഓർമ്മിക്കണ്ടോ? അതായത് ഡി എഫ് പെർപെൻഡിക്കുലർ ടു എ ബിയും സി പെർപെൻഡിക്കുലർ ടു എ ബി പ്രൊഡ്യൂസ് ചെയ്യുക. എന്നിട്ട് അതിൽ നിന്ന് റൈറ്റ് ട്രയാങ്കിൾ എ സിയിൽ എ സി സ്ക്വയർ എന്ന് പറയുന്നത് എ ഇ സ്ക്വയർ പ്ലസ് ഇ സി സ്ക്വയർ, പിന്നെ എ ഇ എന്ന് പറയുന്നത് എ ബി പ്ലസ് ബി ഇ ആണ്. അപ്പോൾ അവിടെ നമുക്ക് ബി സ്ക്വയർ പ്ലസ് ഇ സി സ്ക്വയർ കിട്ടും. അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് വേണ്ടത് ബി സി സ്ക്വയർ ആണ്. അപ്പോൾ അത് ഈ ഒരു ട്രയാങ്കിളിന് ബി സ്ക്വയർ പ്ലസ് ഇ സി സ്ക്വയർ എന്ന് പറയുന്നത് ബി സി സ്ക്വയറിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതുപോലെ രണ്ടാമത്തത് ബി ഡി എഫ് എന്നുള്ള ട്രയാങ്കിളാണ് എടുക്കുന്നത്. അതിൽ എഫ് ബി എന്ന് പറയുന്നത് എ ബി മൈനസ് എ എഫ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഡി എഫ് സ്ക്വയർ പ്ലസ് എ എഫ് സ്ക്വയർ, ഇത് എ ഡി സ്ക്വയറിന് കൊടുക്കുക. ഇവിടെയുള്ള എ ബി സ്ക്വയർ എ ബി സി ഡിക്ക് ഈക്വൽ ആണ്, കാരണം പാരലോഗ്രാം ആണ്. അതുപോലെ ഇതിന് പെർപെൻഡിക്കുലർ വരയ്ക്കുന്നത് കൊണ്ട് എ എഫ് ഈക്വൽ ടു ബി ഇ ആണ്. അത് രണ്ടും മാറ്റി കൊടുത്തിട്ട് ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 പ്ലസ് 2 ഈക്വൽ ടു ഇക്വേഷൻ 1ഉം 2ഉം ആഡ് ചെയ്യുമ്പോൾ എ സി സ്ക്വയർ പ്ലസ് ബി ഡി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ പ്ലസ് എ ഡി സ്ക്വയർ പ്ലസ് സി ഡി സ്ക്വയർ എന്ന് കിട്ടും. അവിടെ 2ab ഇൻറ്റു ബി യും മൈനസ് 2ab ഇൻറ്റു ബി യും ക്യാൻസൽ ആവും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 7th question, two chords AB and CD intersect each other at the point P. P-യിൽ intersect ചെയ്യുന്നു. Prove that triangle APC similar to triangle DPB. ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെന്ന് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യണം. ഇവിടെ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു സിമിലാരിറ്റി, അതായത് ഇതിൽ ഈ രണ്ട് ആംഗിളും നമുക്ക് ഈക്വൽ ആണെന്ന് അറിയാം. വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇവിടെ വേറൊരു ആംഗിളും കൂടി ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ സിമിലാരിറ്റി ആ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണ്. അപ്പോൾ ആദ്യം നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ടു പ്രൂവ് ട്രയാങ്കിൾ എ പി സി സിമിലർ ടു ട്രയാങ്കിൾ ഡി പി ബി. അപ്പോൾ ഇതിൽ സിമിലർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പ്രൂഫിൽ നമുക്ക് എന്ത് പറയാം? ആദ്യം ആംഗിൾ എ പി സി ഈക്വൽ ടു ആംഗിൾ ഡി പി ബി. റീസൺ വെർട്ടിക്കലി ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇനി എന്ത് പറയാ? ഇവിടെ ബി സി എന്നുള്ള ഒരു ഇതിൽ ആംഗിൾസ് ഇൻ ദ സെയിം, അതായത് ഈ ഒരു സെഗ്മെന്റ് സെയിം
ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് നമ്മൾ കഴിഞ്ഞ വർഷം സർക്കിൾസിൽ പഠിച്ചിട്ടുണ്ട്. അതായത് ആംഗിൾസ് ഇൻ ദ സെയിം സെഗ്മെന്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പൊ അത് എഴുതാം. CAB ആംഗിൾ CAB ഈക്വൽ ടു ആംഗിൾ CDB. Reason, angles in the same segment. Angles in the same segment of the circle equal ആയിരിക്കും. അപ്പോൾ ആംഗിൾ CAB ഈക്വൽ ടു ആംഗിൾ CDB. അപ്പോൾ ഇവിടെ രണ്ട് ആംഗിൾ നമുക്ക് ഈക്വൽ ആയി കിട്ടിയിട്ടുണ്ട്. Therefore by AA similarity, triangle APC similar to triangle DPB. ഈ രണ്ട് ട്രയാങ്കിളും സിമിലർ ആണ്. എ എന്ന ആംഗിൾ ഡിക്കാണ് ഈക്വൽ, പി രണ്ടിനും കോമൺ ആണ്. അപ്പോൾ APC സിമിലർ ടു ട്രയാങ്കിൾ DPB എന്ന് കിട്ടി. അടുത്തത് നമുക്ക് AP ഇൻറ്റു PB ഈക്വൽ ടു CP ഇൻറ്റു DP എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആണെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാം? AP ബൈ DP ഈക്വൽ ടു PC ബൈ PB. Corresponding sides are proportional. Corresponding sides are proportional ആണ്. അപ്പോൾ therefore AP by DP equal to PC by PB. അപ്പോൾ AP ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. AP ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു DP. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 7th ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 8th ക്വസ്റ്റ്യൻ എന്താണുള്ളത് നോക്കാം. Two chords AB and CD of a circle intersect each other at the point P outside the circle. Prove that triangle PAC similar to triangle PDB. അതുപോലെ PA into PB equal to PC into PD. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത് ട്രയാങ്കിൾ PAC സിമിലർ ടു ട്രയാങ്കിൾ PDB. അപ്പോൾ അതിനു വേണ്ടി ആദ്യം ഒരു സൈക്ലിക് കോർഡിലേറ്റർ. നമുക്കറിയാം സൈക്ലിക് കോർഡിലേറ്ററിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് സപ്ലിമെന്ററി ആയിരിക്കും. അതായത് ആംഗിൾ ABD പ്ലസ് ആംഗിൾ ACD, ബിയും സിയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് അത് ആംഗിൾ ACD പ്ലസ് ആംഗിൾ ABD ഈക്വൽ ടു 180. റീസൺ ബ്രാക്കറ്റിലേക്ക് ഓപ്പോസിറ്റ് ആംഗിൾ. So a cyclic coordinator are supplementary. Cyclic coordinator supplementary 180 ഡിഗ്രി നമുക്ക് കിട്ടി. ഇനി ഇവിടെ അതായത് ACD പ്ലസ് ACP ലീനിയർ പെയർ. ACD പ്ലസ് ആംഗിൾ ACP, ആംഗിൾ ACD പ്ലസ് ആംഗിൾ ACP ഈക്വൽ ടു 180 ഡിഗ്രി. അത് ലീനിയർ പെയർ ആണ്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആയതുകൊണ്ട് നമുക്ക് എന്താ പറയാം? ആംഗിൾ ACD പ്ലസ് ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ ACD പ്ലസ് ആംഗിൾ ACP. അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് ആംഗിൾ APD ഈക്വൽ ടു ആംഗിൾ ACP. ഇനി അതായത് ഈ രണ്ട് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ട്രയാങ്കിൾ PAC ആൻഡ് PBD, ട്രയാങ്കിൾ PBD. ഈ രണ്ട് ട്രയാങ്കിളും നമ്മളിപ്പോൾ പറഞ്ഞു ഒരു ആംഗിൾ ABD ഈക്വൽ ടു ആംഗിൾ ACP ആണ്. അതുപോലെ ഈ രണ്ട് ട്രയാങ്കിളിലും ഈ ഒരു വലിയ ട്രയാങ്കിളും P. അപ്പോൾ ആംഗിൾ P ഈക്വൽ ടു ആംഗിൾ P കോമൺ ആണ് രണ്ട് ട്രയാങ്കിളിലും. അങ്ങനെയാണെങ്കിൽ therefore by AA similarity നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ PAC സിമിലർ ടു ട്രയാങ്കിൾ PDB. P ആണ് കോമൺ ആയിട്ടുള്ളത്. അപ്പോൾ PAC സിമിലർ ടു PDB ആയി രണ്ട് ട്രയാങ്കിൾ. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ സിമിലർ ആയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ സൈഡ്സ് പ്രൊപ്പോർഷൻ, കറസ്പോണ്ടിങ് സൈഡ്സ് പ്രൊപ്പോർഷൻ എന്ന് പറയാം. PA ബൈ PD ഈക്വൽ ടു PC ബൈ PB എന്ന് കൊടുക്കാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. PA ഇൻറ്റു PB ഈക്വൽ ടു PC ഇൻറ്റു PD. അതാണ് നമുക്ക് സെക്കൻഡ് പാർട്ട് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് സിമിലർ ട്രയാങ്കിൾസ് ആർ പ്രൊപ്പോർഷണൽ എന്ന് പറഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു. Question: D is a point on side BC of triangle ABC such that BD by CD equal to AB by AC. Prove that AD is the bisector of triangle BC. അതായത് ഇവിടെ നമുക്ക് ഇങ്ങനെയാണുള്ളത് ABC.
AD is the bisector of angle BAC എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ രണ്ട് ആംഗിൾ ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. AD is the bisector of angle BAC. അപ്പോൾ ഈ രണ്ട് ഹാഫ് ഈക്വൽ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൺസ്ട്രക്ഷൻ BA പ്രൊഡ്യൂസ് ടു E അതെങ്ങനെയാണ് നമ്മൾ പറയുന്നത്? AE ACക്ക് ഈക്വൽ ആവുന്ന വിധത്തിൽ വരിക, പിന്നെ EC ജോയിൻ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഇതിൽ ആംഗിൾ 1 2 3 4 കൊടുക്കാം. ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് AD ഈസ് ദ ബൈസെക്ടർ. ടു പ്രൂവ് AD ഈസ് ദ ബൈസെക്ടർ ഓഫ് BAC. അതായത് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി ആദ്യം നമുക്ക് അതായത് ഇവിടെ കൺസ്ട്രക്ഷൻ produce AB to E such that AE equal to AC. AE equal to AC. Join EC. EC join ചെയ്യും. ഇവിടെ നമ്മൾ എ ബിനെ ഇ എന്ന പോയിന്റിലേക്ക് അതായത് എ ഈക്വൽ ടു എ സി കിട്ടുന്ന വിധത്തിലാണ് പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഇ സി ജോയിൻ ചെയ്യും. ഇതിൽ നമുക്ക് എ ഈക്വൽ ടു എ സി ആവുമ്പോൾ അതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. അപ്പോൾ റീസൺ എഴുതുക ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. നമ്മൾ 9th പഠിച്ചിട്ടുണ്ട്. ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. അപ്പോൾ ഇനി അതായത് ഇവിടെ നമുക്ക് എന്താണ് ഗിവൺ? BD ബൈ CD ഈക്വൽ ടു AB ബൈ AC ആണ്. ഇവിടെ AC എന്ന് പറയുന്നത് ഏതിന് ഈക്വൽ ആണ്? AEക്ക് ഈക്വൽ ആണ്. അപ്പോൾ BD ബൈ CD ഈക്വൽ ടു AB ബൈ AE. ഇവിടെ റീസൺ എഴുതുക സിൻസ് AC ഈക്വൽ ടു AE ആണ്. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കിട്ടും. അതായത് ഇൻ ട്രയാങ്കിൾ BEC നമുക്ക് BD ബൈ CD ഈക്വൽ ടു AB ബൈ AE എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ബൈ കൺവേഴ്സ് ഓഫ് BPT എന്ത് കിട്ടും? AD പാരലൽ ടു BC എന്ന് കിട്ടും. അതായത് ഈ ട്രയാങ്കിൾ BEC നമുക്ക് എങ്ങനെയാണുള്ളത്? ഇൻ ട്രയാങ്കിൾ BEC BD ബൈ CD ഈക്വൽ ടു AB ബൈ AE എന്നാണ് ഉള്ളത്. അതായത് BD ബൈ CD ഈക്വൽ ടു AB ബൈ AE. Therefore by numbers of BPT നമുക്ക് എന്ത് പറയാം? AD പാരലൽ ടു EC ആണ്. AD പാരലൽ ടു EC. AD പാരലൽ ടു EC ആണെങ്കിൽ നമുക്ക് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ 3 ഈക്വൽ ടു therefore ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 1. അവിടെ ഇത് ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ്. ഇനി എന്ത് പറയാം? ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 2. അവിടെ കറസ്പോണ്ടിങ് ആംഗിൾസ് ഇവിടെ റീസൺ കൊടുക്കുക. കറസ്പോണ്ടിങ് ആംഗിൾസ് ആർ ഈക്വൽ. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം, ഇത് 3 എന്ന് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ ഇതിൽ നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ആണ്. പിന്നെ നമുക്ക് ആംഗിൾ 2 എന്ന് പറയുന്നത് ആംഗിൾ 4 ഈക്വൽ ആണ്. പിന്നെ ആംഗിൾ 1 ആംഗിൾ 3 ഈക്വൽ. അതായത് ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2 ഉണ്ട്, ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 3. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആംഗിൾ 2 ഈക്വൽ ടു ആംഗിൾ 3. പിന്നെ അടുത്തത് നമ്മൾ പറയുന്നത് ആംഗിൾ 4 ഈക്വൽ ടു ആംഗിൾ 2 ആണ്. അപ്പോൾ ഇതിൽ 2 ഈക്വൽ ആയപ്പോൾ ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 എന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിൽ ഇങ്ങനെ എഴുതിയാൽ മതി. ഫ്രം ഇക്വേഷൻ 1, 2 and 3. ഫ്രം ഇക്വേഷൻ 1, 2 and 3
നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4. Therefore, AD is the bisector of angle BAC. അപ്പോൾ ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതിൻ്റെ നേരെ തിരിച്ചിട്ട് പറയുകയാണ്. അതിൽ നമുക്ക് ആംഗിൾസ് ഈക്വൽ ആയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ AD is the bisector. ഇവിടെ ഇതിൽ ഈ രണ്ട് ആംഗിളും ഈക്വൽ എന്ന് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ നമുക്ക് ഇത് ഈക്വൽ എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇത്രയേ ഉള്ളൂ. ഇതിൽ നമ്മൾ കൺസ്ട്രക്ഷൻ കൊടുക്കുന്നത് AC-ക്ക് ഈക്വൽ ആയിട്ടാണ് കൊടുക്കുന്നത്. രണ്ട് സൈഡ്സും ഈക്വൽ ആയപ്പോൾ അതിൻ്റെ ആംഗിൾസ് ഈക്വൽ ആയി. ആദ്യം നമുക്ക് എന്ത് കിട്ടി? ആംഗിൾ 1 ഈക്വൽ ടു ആംഗിൾ 2. പിന്നെ BD/CD ഈക്വൽ ടു AC ആയിരുന്നു. AC എന്ന് പറയുന്നത് AEക്ക് ഈക്വൽ ആയപ്പോൾ അതിൻ്റെ സൈഡ്സ് പ്രൊപ്പോർഷണൽ ആയി വന്നത്. അപ്പോൾ ബൈ കോൺവേഴ്സ് ഓഫ് BPT നമുക്ക് എന്ത് കിട്ടി? AD പാരലൽ ടു EC എന്ന് കിട്ടി. AD പാരലൽ ടു EC ആണെങ്കിൽ അതിൻ്റെ ഓൾട്ടർനേറ്റ് ഇന്റീരിയർ ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഞാൻ 3 ഇക്വേഷൻ അങ്ങനെ നമുക്ക് ആംഗിൾ 3 ഈക്വൽ ടു ആംഗിൾ 4 ആണ് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.